നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. ഇവിടെ നമ്മൾ വൈദ്യുതിയുടെ താപഫലവും പ്രകാശഫലവുമാണ് പഠിക്കുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ ഫലങ്ങൾ ആദ്യം നമ്മൾ വൈദ്യുതി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ ഓരോ ഉപകരണത്തിലും വരുന്ന ഊർജ്ജമാറ്റം. ഇപ്പോൾ നമ്മുടെ ഫാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. LED ലൈറ്റ്, ഇൻകാൻസൻ ബൾബ് ഇതെല്ലാം അതിൽ വരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ ഓവൻ നമ്മുടെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാറ്ററി ചാർജിന് ഇട്ടിട്ടുണ്ട് അല്ലേ, ബാറ്ററി ചാർജിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജ് എന്ന് വെച്ചാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്, വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഡിസ്ചാർജിങ് ടൈമിൽ ബാറ്ററി എന്ന് പറയുന്നത് രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇവിടെ മിക്സർ ഗ്രൈൻഡർ കാണിച്ചിട്ടുണ്ട്. മിക്സർ ഗ്രൈൻഡർ എന്താ ചെയ്യുക, വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. പിന്നെ ഇവിടെ ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇവിടെ അടുത്തത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന കെറ്റിലാണ്, അല്ലെങ്കിൽ അടുപ്പാണ്. കെറ്റിലല്ല, ഇവിടെ അടുപ്പാണ്. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന അടുപ്പിലും എന്ത് തന്നെയാണ്, വൈദ്യുതോർജ്ജത്തെ നമ്മൾ താപോർജ്ജമായിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാറ്ററിയാണ്. ബാറ്ററി 2 കണ്ടീഷനുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതി നമ്മൾ കൊടുക്കുന്നു, അതിൽ രാസോർജ്ജമായിട്ട് സംഭരിക്കപ്പെടുന്നു. അത് രണ്ടാമത്തെ കേസിൽ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ സംഭരിക്കപ്പെട്ട രാസോർജ്ജം നമ്മൾ എന്തായിട്ട് കിട്ടുന്നു, വൈദ്യുതോർജ്ജമായിട്ട് തിരികെ നമുക്ക് ലഭിക്കുന്നു. മൊബൈൽ ഫോൺ എന്താണ്, മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ചോദിക്കുന്നതെങ്കിലോ ബാറ്ററി രാസോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. മൊബൈലിൻ്റെ സ്പീക്കറാണെങ്കിലോ രാസോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഊർജ്ജമാറ്റമാണ് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ നിക്രോം കമ്പി. അപ്പോൾ നിക്രോമിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത്, നിക്രോമിൻ്റെ പ്രത്യേകത, നിക്രോം എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയോൺ. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയോണിൻ്റെയും, അല്ലെങ്കിൽ നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെ ഇരുമ്പിൻ്റെയും ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോമിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, നിക്രോമിന് ഉയർന്ന പ്രതിരോധവും ഹൈ റെസിസ്റ്റൻസും ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും, ഉയർന്ന ദ്രവണാങ്കവുമുണ്ട്. പിന്നെ ചെറിയ ചെറിയ തകിടുകളാക്കി മാറ്റുവാനുള്ള കഴിവ് നിക്രോമിനുണ്ട്, മാറ്റുവാൻ കഴിയും. അപ്പോൾ നിക്രോമിൻ്റെ കാര്യത്തിൽ അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ജൂൾ നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. H=I²RT. ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപമെന്ന് പറയുന്നത് ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയുടെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുന്ന സമയത്തിൻ്റെയും, അതായത് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഫ്ലോ ത്രൂ ദാറ്റ് കണ്ടക്ടർ. ഇതാണ് ജൂൾസ് ലാ പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT. അപ്പോൾ അതാണ് നമ്മുടെ ജൂൾസ് ലോ പറയുന്നത്. അപ്പോൾ ജൂൾസ് ലോയുടെ ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഇതേപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. പ്രതിരോധത്തിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പ്രതിരോധം 2 ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യും, ഇതേ കണക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടും. അതായത് സീരീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പ്രതിരോധത്തെ ആഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2.2ഉം 1 കൂടെ 3.2 ആണ് ഇതിൻ്റെ ഓവറാൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമാന്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ 1/R=1/R1 + R2 ആണ്. അല്ലെങ്കിൽ R എന്ന് പറയുന്നത് R1R2/R1 + R2 ആണ്. R എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് സീരീസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രേണി രീതിയിലായിരിക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത് R=R1 + R2. ഇനി സമാന്തരമായിരിക്കുമ്പോൾ R=R1R2/R1 + R2. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക.
റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ്. ഓക്കെ. ഇനി ശ്രേണി രീതിയിലും ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഘടിപ്പിക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രതിരോധത്തെ കൂട്ടാൻ പറ്റും. നമ്മൾ ആകെ പ്രതിരോധം എന്ന് പറയുന്നത് ഓരോ പ്രതിരോധങ്ങളുടെയും തുകയായിരിക്കും. അതേസമയം സമാന്തര രീതിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പ്രതിരോധത്തെക്കാട്ടിയും ചെറുതായിരിക്കും സമാന്തര രീതിയിൽ കണക്ട് ചെയ്താലുള്ള പ്രതിരോധം. അപ്പോൾ ആ പ്രതിരോധത്തിൻ്റെ ആ പ്രത്യേകത. പിന്നെ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു 10 പ്രതിരോധം ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 10 ഓമുള്ള 10 പ്രതിരോധം ഒരുമിച്ച് സമാന്തരമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, പാരലായിട്ട് കണക്ട് ചെയ്യുക എങ്കിൽ അതിൻ്റെ ഓവറാൾ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 10 ഓമുള്ള 10 റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ 1 ഓം ആയിരിക്കും അതിൻ്റെ സഫല പ്രതിരോധം, അല്ലെങ്കിൽ ഓവറാൾ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1 ഓം ആയിരിക്കും. എങ്ങനെയാണ് കിട്ടുക? ഓം ഡിവൈഡ് ബൈ നമ്പർ. ടോട്ടൽ 10 ഓമാണ് ഡിവൈഡ് ബൈ എത്ര എണ്ണം, എത്ര റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ 10 ഓമിൻ്റെ 5 പ്രതിരോധമാണെന്നുണ്ടെങ്കിൽ സഫല പ്രതിരോധം എത്രയായിരിക്കും? സമാന്തര രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 5 2 ഓം ആയിരിക്കും ഓരോ അതിൻ്റെ സഫല പ്രതിരോധമായിട്ട് നമുക്ക് കിട്ടുക. അതേസമയം ശ്രേണി രീതിയിലാണെങ്കിലോ സീരീസ് ആയിട്ടാണെങ്കിലോ 10 ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റൻസ്, 10 ഇൻറ്റു 10 ആണെങ്കിൽ 100, അങ്ങനെ. അല്ല 10 ഇൻറ്റു 5 ആണെങ്കിൽ 50. അപ്പോൾ ശ്രേണി രീതിയിലാണോ സമാന്തര രീതിയിലാണോ എന്നനുസരിച്ച് നമ്മൾ സഫല പ്രതിരോധം കണക്കാക്കാൻ അവിടെ അറിഞ്ഞിരിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷനിൽ. റെസിസ്റ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരേ വാല്യൂ ഉള്ള 10 റെസിസ്റ്റൻസ് സമാന്തരമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആകെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ഓം. 10 ഡിവൈഡ് ബൈ റെസിസ്റ്ററുകളുടെ പ്രതിരോധങ്ങളുടെ എണ്ണം 10 ഡിവൈഡ് ബൈ n എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താണ്, റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ n എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, R/n. ഇനി വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ ഉദാഹരണം പറയാൻ അറിഞ്ഞിരിക്കണം. ഇത് എന്താണ്? സോൾഡറിങ് അയൺ. ഇത് കെറ്റില് വൈദ്യുത അടുപ്പ്. ഇനി ഇത് ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ. ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നിക്രോമാണ്. അപ്പോൾ നിക്രോമിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ദീർഘനേരം ഓക്സീകരിക്കപ്പെടാതെ നിൽക്കുവാനുള്ള കഴിവ് എന്നൊക്കെയാണ്. ഇനി ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ നമുക്ക് ചൂടാക്കുന്ന 2 സാധനങ്ങൾ ഇത് രണ്ടുമാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറഞ്ഞതന്നെ. ഓക്കെ. ഇനി അതേപോലെ താപഫലത്തിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയറുടെ ഇതാണ് ഫ്യൂസ് എന്തിനാണെന്നുള്ളതാണ്. പോർസലിൻ കൊണ്ട് നിർമ്മിച്ച ഒരു കേസിലുള്ള അതിൽ ഫ്യൂസ് വയർ കിട്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്യൂസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത, നമ്മൾ നിക്രോമിൻ്റെ കേസ് പറഞ്ഞതുപോലെ നേരെ തിരിച്ചാണ് ആരുടെ ജോലി? ഫ്യൂസ് വയറിൻ്റെ ജോലി. വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ, അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഉരുകിപ്പോകണം. അപ്പോൾ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകളിൽ വരുന്ന, അല്ലെങ്കിൽ അവിടെ ബേസ് ചെയ്തിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഫ്യൂസ് വയറിൽ ഏതിൻ്റെയും ലോഹസങ്കരമാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ. ഇനി അതുപോലെ തന്നെ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്യൂസ് വയറിന് ഉയർന്ന പ്രതിരോധം, താരതമ്യേന ഉയർന്ന പ്രതിരോധം. ഏതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ? സർക്യൂട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന കമ്പാരിറ്റീവ്ലി ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവുമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഉയർന്ന വൈദ്യുത പ്രവാഹം ഏതൊക്കെ മൂലം? ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ, ബാഹ്യമായ ഇടപെടലിൻ്റെ ഫലമായിട്ടോ വൈദ്യുത പ്രവാഹം ഉയർന്നതുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ ഉയർന്ന പ്രതിരോധമായതുകൊണ്ട് താരതമ്യേന ആദ്യം കത്തി നശിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് സർക്യൂട്ടുകളെ അത് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്യൂസ് വയറിൻ്റെ കാര്യം ഓർത്തിരിക്കുക. 2 കാര്യം, ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരം, അതുപോലെ തന്നെ താരതമ്യേന ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. ഇനി ഒരു ഉപകരണത്തിന് ആംബിയറേജ് എന്ന് പറയുന്നത് പവറും P ഡിവൈഡഡ് ബൈ പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ്, P/V. ആ അനുപാതത്തെയാണ് ആംബിയറേജ് എന്ന് പറയുന്നത്. 1 മാർക്കായിട്ട് ചോദിക്കാം, എന്താണ് ആംബിയറേജ്. ഓക്കെ. P/W/T ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലമെൻ്റ് ലാമ്പാണ്. ഫിലമെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് എന്താണ്? ടങ്സ്റ്റൺ ഫിലമെൻ്റാണ് ഇവിടെ ഫിലമെൻറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്ത് വെച്ചേക്കുക. ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ചെമ്പ് കമ്പി, ഗ്ലാസ് കവചം, അങ്ങനെയൊക്കെ ഉള്ളത്.
അപ്പോൾ എന്തായാലും ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകത അതിന് ചുട്ടുപഴുത്ത ദൃശ്യപ്രകാശം പുറത്തുവിടാനുള്ള കഴിവാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചെറിയ നേർത്ത കമ്പികളാക്കാൻ പറ്റും. ഹൈ ഡക്റ്റിലിറ്റി കൂടുതലാണ് ആർക്ക്, ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിന്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഡക്റ്റിലിറ്റി കൂടുതൽ, ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുള്ള പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. ഇത്രയുമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇൻകാൻഡസൻ്റ് ലാമ്പുകളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, അലസവാതകങ്ങൾ നിറച്ചിരിക്കുന്നു. അലസവാതകങ്ങൾ നിറച്ചിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് അതിനകത്ത് എന്ത് സംഭവിക്കാതിരിക്കാൻ, ബാഷ്പീകരണം സംഭവിച്ച് ഓക്സീകരണം സംഭവിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് അത് ഫിലമെൻ്റ് കത്തിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അലസവാതകങ്ങൾ നിർമ്മിക്കുന്നത് ഓക്സിഡൈസേഷൻ്റെ അളവ് കുറയ്ക്കാൻ. ഇനി ഡിസ്ചാർജ് ലാമ്പുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്ചാർജ് ലാമ്പുകൾ ഏതൊക്കെ, ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലോറസൻ ലാമ്പ്, CFL, ഇത് ഇത്രയും ഡിസ്ചാർജ് ലാമ്പുകളുടെ ഗണത്തിൽ വരുന്നതാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് 2 ഇലക്ട്രോഡുകളാണ് ഉണ്ടാവുക, ഇവയ്ക്ക് ഫിലമെൻ്റ് ഉണ്ടാകത്തില്ല. പകരം ഇലക്ട്രോഡുകളാണ്. ഒരു ഇലക്ട്രോഡിൽ നിന്നും അടുത്ത ഇലക്ട്രോഡിലേക്ക് വൈദ്യുതി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പ്രകാശം ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ കൂട്ടത്തിൽപ്പെടാത്തതോ കണ്ടുപിടിക്കാനായിരിക്കും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരിക. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, പിന്നെ LED ലാമ്പും കൂടെ തന്നിരിക്കും. അപ്പോൾ ഇതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ LED ആണെന്ന് എഴുതണം. എന്താണ് അതിൻ്റെ കാരണം എന്ന് എഴുതണം. എന്താണ് അതിൻ്റെ കാരണം, LED ലാമ്പ് മാത്രം ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഗണത്തിൽപ്പെടുന്നതല്ല. ഓക്കെ, ഇനി അടുത്ത LED ലാമ്പ്. LED ലാമ്പിനെ സംബന്ധിച്ചിടത്തോളം LED ലാമ്പിൻ്റെ മേന്മയായിരിക്കും ആദ്യം തന്നെ നമുക്ക് ചോദിക്കുക. LED ലാമ്പിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, താഴ്ന്ന പവർ ഉപഭോഗം, നല്ല പ്രകാശം, ദീർഘ ആയുസ്സുണ്ട്, പിന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് LED ലാമ്പിൻ്റെ മേന്മ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് LED ലാമ്പിൻ്റെ പാർട്സാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടാവുക. ബേസ് യൂണിറ്റ്, പിന്നെ ഹീറ്റ് സിങ്ക്. ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോർഷൻ. ഇനി ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപത്തെ ആഗിരണം, അവിടെ ചെറിയ തോതിലെങ്കിലും താപം ഉണ്ടാകും, ആ താപത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഹീറ്റ് സിങ്ക്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഡിഫ്യൂസർ, പവർ സപ്ലൈ എന്താണ്, പവർ പ്രധാനം നൽകുന്ന 5 വോൾട്ട് 7 വോൾട്ട് എന്ന് പറയുന്നത് ഈ പവർ സപ്ലൈയും LED ബൾബിൻ്റെയും എണ്ണം അനുസരിച്ചായിരിക്കും. അപ്പോൾ പവർ സപ്ലൈ, അത് കഴിഞ്ഞിട്ട് ചിപ്പ് ഏതാണ്, LED ചിപ്പ് വെച്ചിരിക്കുന്ന ബോർഡ്. ഡിഫ്യൂസർ എന്താണ്, ബൾബിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശം വെള്ളയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഡിഫ്യൂസറിൻ്റെ ജോലി. അപ്പോൾ ഇത് പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം എന്ന് പറയാം.